ഇന്ന് നമ്മൾ പച്ചച്ചീര തോരനാണ് വെക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചീരയാണ് ഇത്. നമുക്ക് ഇങ്ങനെ ഒരു വലിയ കുറച്ച് പൊക്കത്തിൽ വളരും. നമ്മൾ കുറേശ്ശെയായിട്ട് കട്ട് ചെയ്ത് മാത്രം എടുക്കുന്ന ഒരു തരം ചീരയാണ് ഇത്. നമുക്ക് വൃത്തിയായിട്ട് ഉപ്പുവെള്ളത്തിലൊക്കെ നമ്മൾ കഴുകി, അല്ലെങ്കിൽ വിനിഗറോ ഉപ്പുവെള്ളമോ ഒക്കെ ഒഴിച്ച് നന്നായിട്ട് കുറച്ച് നേരം ഇട്ടിരുന്ന് കഴുകി വൃത്തിയാക്കി ഇതുപോലെ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു ചീനിച്ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് താളിക്കാൻ പോവാണ്. അപ്പോൾ കടുക് ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ചീരയ്ക്കൊക്കെ നമ്മളെപ്പോഴും നമ്മൾ ചോറ് വെക്കുന്ന പുഴുക്കലരിയാണ് നമ്മൾ കടുക് വറക്കാനായിട്ട് എടുക്കും. അപ്പോൾ അതിൽ 1 സ്പൂൺ പുഴുക്കലരിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അത് നന്നായിട്ട് പൊട്ടി വന്നു. അത് നന്നായിട്ട് പൊട്ടി വന്നു കഴിയുമ്പോൾ വറ്റൽ മുളക് നമ്മൾ ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ചീരയില നമുക്ക് ചേർത്ത് കൊടുക്കാം. ചീരയ്ക്കകത്ത് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി അതിനകത്ത് വെള്ളമുണ്ട്. അപ്പോൾ വെള്ളം ഇറങ്ങി വരും. കുറേശ്ശെയായിട്ട് ചീര ഇട്ട് കൊടുത്ത് ഇളക്കി നന്നായിട്ട് എടുക്കുക. അപ്പോൾ ഇളക്കി എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ചീര വളരെ പൊങ്ങിയായിരിക്കും നിൽക്കുന്നത്. വെന്ത് വരുമ്പോഴത്തേക്ക് വളരെ താന്ന് വരും. അതുകൊണ്ട് നമ്മളെപ്പോഴും അതിനകത്ത് ചേരുവകൾ ചേർക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ചേർക്കാൻ. ഇപ്പം ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇത് കാശ്മീരി മുളകാണ്, ഒരുപാട് എരിവില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇട്ടത്. അതിനോടൊപ്പം നമ്മൾ അപ്പോഴത്തേക്ക് താന്നു ചീര, അപ്പോൾ നമുക്കതിനനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി നമ്മൾ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമുക്ക് തുറന്നതിന് ശേഷം നമുക്ക് ചുമന്നുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതാണ് ചീരയ്ക്ക് നമ്മളെപ്പോഴും ഉപയോഗിക്കും, ചുമന്നുള്ളിയാണ്. അപ്പം അത് ചീരയ്ക്ക് അകത്തോട്ട് ഇട്ട് കൊടുത്തു. ചുമന്നുള്ളിക്ക് ഇടുമ്പോൾ നമുക്കതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതൊന്ന് ചുമന്നുള്ളി വേവാൻ വേണ്ടി നമ്മൾ ചീരയ്ക്കകത്തിട്ടൊന്ന് ചൂടാക്കിയെടുത്തു. അതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിന് തേങ്ങ, ഞാനിപ്പോൾ ഒരു കഷ്ടിച്ചൊരു കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളൂ. ആ തേങ്ങ നമ്മൾ ഇട്ട് കൊടുത്ത് നമ്മൾ അടച്ച് വെച്ച് ആവി കയറ്റി ആ തേങ്ങ നന്നായിട്ട് വേവണം. അപ്പോൾ ആവി അടച്ച് വെക്കുമ്പോൾ അതിനകത്തെ ആവി കൊണ്ട് തന്നെ എല്ലാം നന്നായിട്ടൊന്ന് വേവും. അപ്പം ഇത് വെന്ത് കഴിയുന്ന സമയത്ത് നമുക്ക് തേങ്ങ അതിലേക്ക് മിക്സ് ചെയ്യും. ഇപ്പം തേങ്ങ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചീരയുടെ ഒപ്പം നമുക്ക് തേങ്ങയും ചേർത്ത് വളരെ സ്വാദിഷ്ടമായ ചീരത്തോരൻ തയ്യാറാക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും ചീരത്തോരൻ ഇഷ്ടമാണെന്നറിയാം, എല്ലാവരും വെക്കുന്നതാണ്. എങ്കിലും ഞാൻ വെക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. താങ്ക് യു.